തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ ദിവസത്തില് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഈ നവംബർ മാസം മുഴുവനും നമ്മുടെ ഓരോ ദിവസവും കർത്താവ് നമ്മളെ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് വ്യത്യസ്ത മേഖലകളെ കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ദൈവവചന പ്രകാരം നമ്മുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ആ വീഴ്ചകളുടെ ഫലമായ തെറ്റുകൾ പരിഹരിക്കപ്പെടുവാനും നമ്മുടെ മരിച്ചവരുടെ ജീവിതത്തിൽ അവരുടെ ആത്മാവിൽ ജീവിച്ചിരുന്ന കാലത്ത് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളുടെ ഫലമായിട്ടുള്ള കടങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പരിശ്രമിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മരിച്ചവരുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, ഈ സക്രിയാസ് മിഷൻ ടീമിലുള്ള 4 പ്രയർ സെന്ററുകളിൽ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ശുശ്രൂഷകരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മരിച്ചവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണിത്. കർത്താവിന് നമുക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കർത്താവ് നൽകുന്ന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളുകളിലായിട്ട് കാണുന്ന ഒരു തെറ്റായ പ്രവണതയാണ് ക്രിസ്തീയ മൂല്യങ്ങളെയും ക്രിസ്തീയമായ നമ്മൾ വളരെ ശ്രേഷ്ഠമായി കരുതുകയും ചെയ്യുന്നവയെ സിനിമകളിലൂടെയും മറ്റു കലാരൂപങ്ങളിലൂടെയും ആക്ഷേപിക്കുകയും വികൃതമാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് പിന്നില് തീവ്രവാദ ബന്ധവും ഫണ്ടിങ്ങും നിശ്ചിതമായ അജണ്ടയും ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയായിരുന്നാലും, ഏത് ലക്ഷ്യത്തോടുകൂടി ആയിരുന്നാലും, നന്മയായിട്ടുള്ളതിനെ വികലമാക്കി അവതരിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് മനുഷ്യ ജീവിതങ്ങളിൽ ഈ നന്മയോടുള്ള ആഭിമുഖ്യം നഷ്ടപ്പെട്ടു പോകും, നന്മയോടുള്ള ആകർഷണം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ ജീവിതങ്ങൾ നന്മ ഇല്ലാത്തവരായിട്ട് മാറും. നന്മയില്ലാത്തവരായി മാറിയാൽ മൃഗതുല്യമാകും ജീവിതങ്ങൾ. ഗുരുതരമായ പ്രത്യാഘാതമാണ് ഇതുവഴി അത് ചെയ്യുന്നവരിലും നമ്മുടെ സമൂഹത്തിലും പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയിലും ഇതുവഴി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇളം തലമുറയിൽ തിന്മ നിറച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിയ തലമുറയെ ഉപയോഗിക്കുവാനും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനായിട്ടുള്ള ഗൂഢതന്ത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും സാത്താൻ ഇതുപോലുള്ള നുണകളിലൂടെ ദൈവമക്കളുടെ ജീവിതത്തെ വഞ്ചിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളതാണ്. ഏദൻ തോട്ടം മുതൽ നമ്മളത് കാണുന്നതാണ്. അവിടെ വെച്ച് സാത്താൻ നുണ പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉളവാക്കി, എന്ന് പറഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങളെ സംശയമുളവാക്കി പാപം ചെയ്യിപ്പിച്ചു. ദൈവിക സാന്നിധ്യത്തിൽ നിന്നും മനുഷ്യ ജീവിതത്തെ അകറ്റിക്കളഞ്ഞു. അതുവഴി മനുഷ്യ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ വരികയാണ്. അതിനാൽ നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കണം. വളരെ ജാഗ്രതയോടെ, വളരെ ആദരവോടും ഭയഭക്തിയോടും കൂടെ ആത്മീയമായ കാര്യങ്ങളെ, ദൈവികമായ കാര്യങ്ങളെ കാണുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. എത്രമാത്രം ദുഷിക്കാൻ പരിശ്രമിക്കുന്നുവോ, എത്രമാത്രം നമ്മുടെ വിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും നമ്മൾ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളെയും ദുഷിച്ചതായി സമൂഹത്തിൽ അവതരിപ്പിക്കാനായിട്ട് തിന്മയുടെ ശക്തികൾ ചിലരെ ഉപകരണമാക്കിക്കൊണ്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ, അത്രമാത്രം തീഷ്ണതയോടെ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മൾ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളെ ഉയർത്തി കാണിക്കാനായിട്ടും ജീവിതം തന്നെ അതിനായിട്ട് സമർപ്പിക്കാനായിട്ടും നമ്മൾ തയ്യാറാകുമ്പോൾ സാത്താൻ പരാജയപ്പെട്ട് ലജ്ജിച്ച് തല താഴ്ത്താൻ ഇടയാകും. കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത് എന്ന് 2ാം പ്രമാണത്തിലൂടെ കർത്താവ് ആവശ്യപ്പെടുന്നത് ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ദൈവികമായിട്ടുള്ളതിനെ, ആത്മീയമായിട്ടുള്ളതിനെ വില കുറച്ച് കാണാതെ അതിനെ ആദരവോടും ബഹുമാനത്തോടും കൂടെ, ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ദൈവമക്കൾ അനുഷ്ഠിക്കാനും മനസ്സിൽ സൂക്ഷിക്കാനും വേണ്ടിയാണ് കർത്താവ് അപ്രകാരം ഒരു കൽപ്പന നമുക്ക് തന്നിരിക്കുന്നത്. ആദരിക്കപ്പെടേണ്ടതിനെയും ബഹുമാനിക്കപ്പെടേണ്ടവരെയും ഇകഴ്ത്താതിരിക്കേണ്ടത് നമ്മുടെ തന്നെ സുരക്ഷിതത്വത്തിനും സുസ്ഥിതിക്കും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-42 വാക്യങ്ങളിലൂടെ നമ്മളോട് ഇങ്ങനെ പറയുന്നത്: പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കും. ഈ ചെറിയവരിൽ ഒരുവന്
ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കുക, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന്, ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്ത് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ചില അനുഷ്ഠാനങ്ങളെ, ചില ആചാരങ്ങളെ, ചില ജീവിത രീതികളെ വിശുദ്ധമായിട്ടും ദൈവാനുഗ്രഹത്തിനായിട്ടും ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളെയും ആ അനുഷ്ഠാനങ്ങളെയും ആ വ്യക്തികളെയും അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ പ്രവാചകനെ പ്രവാചകനായി അംഗീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നാണ് ഈശോ പറയുന്നത്. വളരെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വൈദികര്, സമർപ്പിതര്, നമ്മുടെ സഭ, നമ്മുടെ വിശ്വാസ മൂല്യങ്ങള്, ഇവയെല്ലാം നമ്മൾ അതർഹിക്കുന്ന ബഹുമാനത്തോടെ ആദരവോടും കൂടെ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിലും എല്ലാം ആദരവോടും കൂടി അതിനെ സമീപിക്കുമ്പോൾ അതിലൂടെ ദൈവം എന്തെല്ലാം നന്മകളാണോ നിറച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയിൽ എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നാലും, കുറവുകളും പോരായ്മകളും ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ, തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒന്നുമില്ലല്ലോ. മാനുഷികമായിട്ടുള്ള കുറവുകളും ബലഹീനതകളും ഒക്കെ സഭാ സമൂഹത്തിലും നമ്മുടെ സംവിധാനങ്ങളിലും എല്ലാം കടന്നു വരും, സ്വാഭാവികമാണ്. ചരിത്രത്തിലുടനീളം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ സഭ തകർന്നിട്ടില്ല. കാരണം സഭ യേശുക്രിസ്തു സ്ഥാപിച്ചതാണ്. ക്രിസ്തീയമായിട്ടുള്ള നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, നമ്മൾ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളും വിശ്വാസ സത്യങ്ങളും ഒക്കെ അതിന് എന്തെല്ലാം സംഭവിച്ചാൽ, ആകാശം മാറിയാലും ഭൂമി ഇളകിയാലും ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതായി നിൽക്കുന്നത് പോലെ ദൈവം സ്ഥാപിച്ച സഭയും ഇളകാതെ തകരാതെ നിൽക്കുമെന്ന സത്യം ഓർക്കണം. പക്ഷേ ഈ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും എല്ലാം കണ്ടിട്ട് നമ്മൾ സഭയ്ക്ക്, ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, സഭയിൽ ദൈവം ഉയർത്തിയ വ്യക്തികൾക്ക്, ശുശ്രൂഷകർക്ക്, വൈദികർക്ക്, സമർപ്പിതർക്കൊക്കെ വേണ്ടത്ര ആദരവും ബഹുമാനവും കൊടുക്കുന്നില്ലെങ്കിൽ സഭയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ നമുക്ക് ചില തകർച്ചകൾ നേരിടേണ്ടതായിട്ട് വരുമെന്നാണ് വചനം സൂചിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ, ഇത് കർത്താവിന്റെ മനുഷ്യൻ, അല്ലെ കർത്താവിന്റെ സ്ഥലം, ഇത് കർത്താവിന്റെ നിശ്ചയം, ഇത് കർത്താവിന്റെ പദ്ധതി, കർത്താവിന്റെ കൽപ്പന, കർത്താവിൻ്റേത് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ, എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റേത് എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്നാണ് ഈശോ ഓർമ്മ തരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ ഈശോ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ കാണുന്നത്, സഭയിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ചിലർ സഭയിൽ അംഗമായിരിക്കുകയും എന്നിട്ട് ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ സഭയെ ചീത്ത വിളിക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ അവർക്ക് തന്നെ ദോഷമുണ്ടാകുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. സഭയ്ക്കൊന്നും സംഭവിക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന ജീവിതശൈലിക്ക്, സഭയ്ക്ക്, സഭയിലെ സംവിധാനങ്ങൾക്ക്, ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, സഭയിൽ ദൈവം ഉയർത്തിയ വൈദികര്, സമർപ്പിതര്, ശുശ്രൂഷകര്, ഇങ്ങനെയുള്ളവരോട് നമ്മൾ ഏത് രീതിയിലുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്? ആരെങ്കിലും കുറ്റം പറയുകയോ കളിയാക്കുകയോ അങ്ങനെ സമൂഹത്തിൽ എഴുത്തി കാണിക്കുകയോ ചെയ്യാനായിട്ട് ഇടവന്നിട്ടുണ്ടോ? ഒപ്പം നമ്മുടെ മരണം വഴി വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? രണ്ടാം പ്രമാണത്തിനെതിരായിട്ട് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളുടെ ഫലമായിട്ടുള്ള എല്ലാ കടങ്ങളും അവരിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിന് വേണ്ടി നമ്മൾക്ക് നമ്മുടെ സഭയെ ആത്മാർത്ഥമായി സ്നേഹിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ പരിത്യാഗ പ്രവൃത്തികളിലൂടെ, ജപമാല പ്രാർത്ഥനകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, അതുപോലെ ഉപവാസത്തിലൂടെയൊക്കെ നമ്മൾ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന മരണം വഴി വേർപെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മരക്ഷയ്ക്കായിട്ട് കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ. അവരുടെ കടങ്ങൾ നീങ്ങാനും നമ്മുടെ ജീവിതം
പ്രവാചകനെ പ്രവാചകനായി അംഗീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുമെന്നും ശിഷ്യന് ഒരു പാത്രം പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്നും അരുളി ചെയ്ത കർത്താവിന്റെ നാമത്തെ പരിശുദ്ധമായി കാണുന്ന ആദരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അവിടുത്തെ രണ്ടാമത്തെ പ്രമാണം പാലിക്കുന്നതിന്റെ ഫലമായിട്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ വിശ്വാസത്തോടെ സ്തുതിച്ച് ആരാധിച്ച് ആരാധനയിലൂടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും നീക്കി പരിശുദ്ധാത്മ ശക്തിയാൽ നിറയുവാനും അതിന്റെ ഫലമായിട്ട് നമ്മുടെ മരിച്ച വിശ്വാസികൾക്കെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനത്തിൽ നിന്ന് പെട്ടെന്ന് മോചനം കിട്ടി സ്വർഗത്തിലെത്താൻ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കർത്താവേ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കണമേ, ശരീരങ്ങളെ സ്പർശിക്കണമേ, ഇവരുടെ മനസ്സിനെ സ്പർശിക്കണമേ, ഇവരുടെ മരിച്ചുപോയ ഓരോരുത്തരുടെ ആത്മാക്കളെ ഇപ്പോൾ അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണമേ. കർത്താവെ വിശുദ്ധീകരിക്കണമേ, കടങ്ങൾ നീക്കി സ്വർഗത്തിലേക്ക് നയിക്കണമേ. കർത്താവ് യേശുവിന്റെ പീഡാസഹനത്തിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സകല ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ. കർത്താവ് ഈ ലോകത്തിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും കർത്താവെ പ്രിയപ്പെട്ടവരെ അങ്ങ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഒന്നിച്ച് പാടി ആരാധിക്കാം യേശുവിനെ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രോഗന്മാരും ക്ഷീണന്മാരും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളുടെയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ യേശു മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, യേശു മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ.